പാലക്കാട് എന്നും വലിയ ചൂട് പിടിപ്പിക്കുന്ന ഒരു കളമാണ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം. ത്രിതല പഞ്ചായത്താവട്ടെ, ഉപതെരഞ്ഞെടുപ്പാവട്ടെ, ലോക്സഭാ ഇലക്ഷൻ ആവട്ടെ, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാവട്ടെ, പാലക്കാടിൽ വട്ടം തിരിയും കേരളം. നോക്കൂ നിങ്ങൾ, പിഷാരടിയെ കൊണ്ടുവന്ന് UDF-ഉം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഇലക്ഷൻ ക്യാമ്പയിനറെ കൊണ്ടുവന്ന് BJP-യും രംഗത്തിറക്കിയപ്പോൾ എല്ലാവരും പുച്ഛിച്ചു തള്ളിയ, ഇതൊരു ഡീലാണെന്ന് പറഞ്ഞ, ഇത് രാഷ്ട്രീയം അറിയാത്തയാളാണെന്ന് പറഞ്ഞ, എന്തിനാണ് ഈ ബിസിനസ്സുകാരനെ വെറുതെ കെട്ടിയിറക്കിയത്, തോൽവി ഉറപ്പിച്ചത് എന്ന് പറഞ്ഞിടത്തു നിന്ന് നടന്നെടുത്ത ഒരു പ്രതീകമായി NMR റസാഖ് പാലക്കാടിൻ്റെ തെരുവുകളിൽ നിറയുകയാണ്. നിങ്ങൾ പോകൂ പാലക്കാട്ടേക്ക്. മുഖ്യധാരാ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ മുഴുവനും പാലക്കാട് നടത്തിയ വോക്സ് പോപ്പുലികളെ, അഭിപ്രായ സർവകളെ നിങ്ങൾ കൃത്യമായി സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞു നോക്കൂ. കാണാം നമുക്ക്. പിഷാരടിയുടെ പേര് പറയുന്നതിനേക്കാൾ മുകളിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ക്യാമ്പയിനറുടെ പേര് പറയുന്നതിനെ മുകളിൽ, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒപ്പം തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എഴുതിത്തള്ളിയ NMR റസാഖ് എന്ന് പറയുന്ന LDF സ്ഥാനാർത്ഥിയെ. കൃത്യമായി വീടുകൾ കയറി ഓരോ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൂടുന്ന ആളുകളുടെ എണ്ണം വലുതാവുകയാണ്. സംസാരിക്കുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ രാഷ്ട്രീയമാവുകയാണ്. മാധ്യമങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്നു റസാഖിനെ. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യധാരാ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ ദേശീയ തലത്തിലുള്ള, രാജ്യാന്തര തലത്തിലുള്ള പാലക്കാടിൻ്റെ സ്പന്ദനങ്ങളെ, പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായി പറയുമ്പോൾ ആ മാധ്യമ പ്രവർത്തകൻ NMR റസാഖിനോട് ചോദിച്ചു, നിങ്ങൾ എത്ര വരെ പഠിച്ചു? അപ്പോൾ പറയുന്നു, എൻ്റെ വിദ്യാഭ്യാസം വളരെ കുറവാണ്, ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകൻ തുടർന്ന് ചോദിക്കുമ്പോൾ NMR റസാഖ് പറയുകയാണ്, നമ്മൾ ഈ നാട്ടിലല്ലേ, ഈ ജനങ്ങളെ കണ്ട്, ഈ ജനങ്ങളെ കേട്ട് വളർന്നതല്ലേ ഞാൻ എവിടെ നിന്നും ഓടി വന്നതല്ലല്ലോ, ആരും എന്നെ കെട്ടിയിറക്കിയതല്ലല്ലോ, എൻ്റെ മണ്ണിലല്ലേ ഞാൻ ഇങ്ങനെ കൃത്യമായ ഇടപഴകലിലൂടെ രാഷ്ട്രീയം പറഞ്ഞ് മുന്നേറുന്നത് എന്ന് NMR റസാഖ് രാഷ്ട്രീയം പറയുകയാണ്. NMR റസാഖ് കൃത്യമായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. പാലക്കാട് കഴിഞ്ഞ് കടന്നുപോയ വെറും ഷോ ഓഫ് ക്യാമ്പയിനുകളല്ല, ജനങ്ങളുടെ മനസ്സും മനവും തൊട്ടറിഞ്ഞ് റസാഖ് തുടരുന്നു വലിയ പോരാട്ടങ്ങൾക്കായി.